ബി ജെ പിയെ പറ്റി കർണാടകയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി ഉയർത്തുന്ന സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും പുതിയ മുഖങ്ങൾ കർണാടക രാഷ്ട്രീയത്തെ ഒരിക്കൽ കൂടി വേട്ടയാടുന്നു എന്നാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തി അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അഴിമതിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കുടുങ്ങുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നഗർവാല സംഭവത്തിന് ശേഷമാണ്. ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടുണ്ടായ നഗർവാല അഴിമതി, പിന്നീട് അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അങ്ങനെ കോൺഗ്രസിൽ അഴിമതി ശക്തമായി വേരുറപ്പിക്കുന്നത് അവർ അധികാരത്തിലെത്തി 4 നൂറ്റാണ്ടിന് ശേഷമാണെങ്കിൽ ബി ജെ പിയുടെ പ്രത്യേകത അവർ അധികാരത്തിൽ കയറിയത് തന്നെ അഴിമതിയിലൂടെയാണ്. അധികാരത്തിലെത്തിയതിനു ശേഷം അധികാരം ഉറപ്പിക്കുവാനും പുതിയ സംസ്ഥാനങ്ങളിലേക്ക് അധികാരം വ്യാപിപ്പിക്കുവാനും അഴിമതിയെ ശക്തമായി ഉപയോഗിച്ചു എന്നാണ്. രാഷ്ട്രീയത്തിൽ ജാതിമത വർഗീയ വിഭാഗീയതയെ ഉപയോഗപ്പെടുത്തുന്നു, അഴിമതിയെ ശക്തമായി ഉപയോഗപ്പെടുത്തുന്നു, കുതികാൽവെട്ടിനെയും ദുരൂഹമായ സംഭവങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ ശ്രമിച്ച ബി ജെ പിയുടെ ഏറ്റവും പുതിയ ഗൂഢാലോചന നടക്കുന്ന തട്ടകമാണ് കർണാടകം. കർണാടകത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് അധികാരം തന്നെ ഒഴിയേണ്ടി വന്ന ആളാണ്. അവിടെ നിന്നുള്ള പുതിയ വാർത്തകൾ നിലവിൽ അധികാരത്തിലുള്ള കുമാരസ്വാമിയുടെയും കൂട്ടരുടെയും MLA-മാരെയും മറ്റും പണമെറിഞ്ഞ് വിലയ്ക്ക് വാങ്ങാനുള്ള പരസ്യമായ ആഹ്വാനത്തിലാണ് ശ്രീ യെദ്യൂരപ്പ. സ്പീക്കർക്ക് 50 കോടിയും MLA-മാർക്ക് 10 കോടിയും മന്ത്രി കസേരകളും ഓഫറായി വെക്കുന്ന ശ്രീ യെദ്യൂരപ്പ കൃത്യമായ ജാതീയത പറഞ്ഞുകൊണ്ടാണ് അവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. താനൊരു ലിംഗായത്താണ്, അതുകൊണ്ട് ലിംഗായത്തുകാരായ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ജനപ്രതിനിധികൾ എന്നോടൊപ്പം വന്ന് ലിംഗായത്തുകാരുടെ അധികാരം കർണാടകത്തിൽ ഉറപ്പിക്കണമെന്ന് കൃത്യമായി ജാതീയത പരസ്യമായ ആശയങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള കർണാടകത്തിലെ അധികാര കുത്തക തകർക്കുവാനുള്ള യെദ്യൂരപ്പയുടെ ശ്രമം സ്വാഭാവികമായും ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. നമുക്കറിയാവുന്നതുപോലെ ശ്രീ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുവാൻ അദ്ദേഹം ആസൂത്രണം ചെയ്ത ഗുജറാത്തിലെ കലാപങ്ങൾക്ക് ശേഷം ആ കലാപവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്ത് പറയും എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടത് RSSഉം അവർ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും എത്രമാത്രം ദുരൂഹമാണെന്ന് തെളിയിക്കുന്നു. ജനസംഘത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ നേതാവ് ദീനദയാൽ ഉപാധ്യായ ദുരൂഹമായ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്ന സംഭവം RSSനെ ഒരു കാലത്തും ഒലച്ചിരുന്നില്ല. പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നാളുകളായി ശക്തമായിക്കൊണ്ടിരുന്ന അഴിമതി കോൺഗ്രസ് അതിൻ്റെ വക്താക്കളായി മാറുവാൻ 4 നൂറ്റാണ്ടെടുത്തുവെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് അതിശക്തമായിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും കുതികാൽവെട്ടും ഭീഷണികളും ഒരുപക്ഷെ കൊലപാതകം പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആകെ അതിൻ്റെ ഉള്ളടക്കങ്ങളെ അട്ടിമറിക്കുവാൻ ബി ജെ പി നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ പരീക്ഷണം നടക്കുന്ന ഒരിടമായി കർണാടകം മാറിയിട്ടുണ്ട്. കർണാടകത്തിൽ നിലവിലുള്ള ബി ജെ പി ഇതര സർക്കാരിനെ അട്ടിമറിക്കാൻ യെദ്യൂരപ്പയും കൂട്ടരും കോടിക്കണക്കിന് രൂപ എറിയുകയും അവിടെ കൃത്യമായ ജാതീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ബി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധ മതാധിഷ്ഠിത ബോധം, ജനാധിപത്യത്തിൽ സംരക്ഷിക്കേണ്ട എല്ലാ മൂല്യങ്ങളെയും തങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടും അധികാരം ഉറപ്പിക്കുവാനും അധികാര കസേര വരുന്ന ആളുകളിൽ നേടിയെടുക്കുവാനും ബി ജെ പി ശ്രമിക്കുമ്പോൾ യെദ്യൂരപ്പ മുന്നോട്ട് വച്ചിരിക്കുന്ന കർണാടകത്തിലെ രാഷ്ട്രീയ കുതികാൽ കച്ചവടത്തെ അപകടകരമായ രാഷ്ട്രീയമായി തിരിച്ചറിഞ്ഞ് RSSആൽ നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെയും കൂട്ടരുടെയും അപകടകരമായ അജണ്ടകളെ തിരിച്ചറിയുവാനുള്ള അവസരമായി വരും കാലത്തെ തെരഞ്ഞെടുപ്പുകളെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്.